ഹലോ കൂട്ടുകാരെ, നല്ല കറുമുറ കഴിക്കാൻ പറ്റിയ ഒരു ഗോബി ഫ്രൈ ആണ് കേട്ടോ. നല്ല മോരാന്നിരിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 3/4 കിലോ അടുത്തുണ്ട് കേട്ടോ. 3/4 കിലോ തികച്ചില്ല, 3/4 കിലോ അടുത്തുണ്ട്. അത് നമുക്കിനി ഇതുപോലെ ഫ്ലവറായിട്ട് എടുത്ത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് എടുത്തിട്ട് ഇത് നമുക്ക് ചെറിയ ചൂട് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം വെക്കണം കേട്ടോ. ചിലപ്പോൾ ഈ ഗോബി ഇതിൽ നിന്നൊക്കെ നല്ല പുഴുവൊക്കെ ഉണ്ടാവും, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ പുഴുവൊക്കെ അങ്ങ് ഇറങ്ങിപ്പോക്കോളും കേട്ടോ അതിനകത്തുണ്ടെങ്കിൽ. അപ്പോൾ കുറച്ച് ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വെച്ചാൽ മതിയേ. ഇനി നമുക്കത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ. ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, കഴുകി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയും ഗരം മസാലയും കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ചേർത്ത്, വെള്ളം ചേർക്കുന്നതെന്ന് വെച്ചാൽ ഇത് മുങ്ങി കിടക്കണം കേട്ടോ. ആ ഒരു പരുവത്തിൽ വേണം വെള്ളം എടുക്കാൻ. അപ്പോൾ വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ആദ്യമേ 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയേ. അതിനുശേഷം അത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കോളിഫ്ലവർ അതിനകത്തോട്ട് ഇട്ട് കൊടുക്കണേ. ഇനി അതിനകത്ത് കിടന്ന് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ എത്ര നേരം വെക്കാവോ അത്രയും നേരം നല്ലതായിരിക്കും കേട്ടോ. അതൊന്നും നമ്മുടെ ആ വെള്ളത്തിലൊന്ന് മുങ്ങി കിടക്കണം കേട്ടോ കോളിഫ്ലവർ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി കേട്ടോ. പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട് കേട്ടോ. 1 മണിക്കൂർ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൊത്തിയരിഞ്ഞതും കൂടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം 1 മണിക്കൂർ ഒന്ന് ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴത്തേക്കും നമ്മൾ അതിനകത്തേക്ക് ഉപ്പും മുളകും ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു ടേസ്റ്റും എല്ലാം നമ്മുടെ കോളിഫ്ലവറിലോട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ വറക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും നല്ല ടേസ്റ്റിയാണ്, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പം അത് നമ്മൾ 1 മണിക്കൂർ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചതിന് ശേഷം ഇനി നമുക്ക് ആ കോളിഫ്ലവർ അതിനകത്തുനിന്ന് പെറുക്കി മാറ്റിയെടുക്കാം കേട്ടോ. ബാക്കിയുള്ള നമ്മുടെ പേസ്റ്റാണ് ഇനി നമുക്ക് വേണ്ടത്, ആ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് കോളിഫ്ലവർ മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ അത് ആ കോളിഫ്ലവർ എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനകത്തേക്ക് 1 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 കപ്പ് കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. ഈ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഈ കോൺഫ്ലോറും അരിപ്പൊടിയൊക്കെ ചേർക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല മുരുമുരാന്നിരിക്കും നമ്മൾക്ക് വറുത്തെടുക്കുമ്പോൾ, അതിന് വേണ്ടിയാണ്. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് ലൂസ് ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാവേ. ഇപ്പോൾ എനിക്കത് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടി വന്നില്ല. നമുക്കിപ്പോൾ ഒരു ഇഡലി മാവ് പരുവത്തിലില്ലേ, ആ ഒരു പരുവത്തിൽ വേണം. അത്രയും കട്ടിയാകാൻ പാടില്ല, കുറച്ചും കൂടി ലൂസ് ആവണേ. നമുക്കിത് മുക്കി പൊരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ആ ഒരു പരുവത്തിൽ നമ്മളവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയേ. ഇനി നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വറക്കാനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് നല്ലപോലെ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തേക്ക് കോളിഫ്ലവർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് ആ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കോളിഫ്ലവർ ഓരോന്ന് നമ്മുടെ മാവിൽ മുക്കിയിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതാ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 3-4-5 പീസാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഞാൻ കുറേശ്ശെയാണ് വറുത്തെടുക്കുന്നത്. ഇനി നമുക്ക് അത് കോട്ടിങ് ആവുന്നത് പോലെ വേണം മുക്കിയെടുക്കാം കേട്ടോ. അതിന് ശേഷം തിരിച്ചും മറിച്ച് വിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറമാവുന്നിടം വരെ നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. നമ്മുടെ അകത്തുള്ള കോളിഫ്ലവറിലൊക്കെ നല്ലപോലെ ആ ഇഞ്ചി വെളുത്തുള്ളിയുടെയും ഒക്കെ നല്ലൊരു ഫ്ലേവറായിട്ട് നല്ലപോലെ പിടിച്ചിരിപ്പുണ്ടായിരിക്കും. അത്രേ ഉള്ളൂ. നമ്മുടെ കോളിഫ്ലവർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളകും കൂടി കീറിയിട്ടതും കൂടി വറുത്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് നമ്മുടെ ഗോബി 65 പോലെ റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ ഒരു വട്ടമെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്, വെറുതെ കഴിച്ചിരിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുഞ്ഞുങ്ങൾക്ക് വൈകുന്നേരം സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.